പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമം നടത്തിയ ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ചൊഴിയുന്നത്. 2 ദിവസം സർക്കാരിന്റെ സംരക്ഷണത്തിൽ പരമാവധി ന്യായീകരണങ്ങൾ നടത്തിയ ശേഷമാണ് നിരുപാധിക കീഴടങ്ങൽ. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാർ പരിഗണിച്ചിട്ടുമില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം നടി ശ്രീലേഖാമിത്ര വെളിപ്പെടുത്തിയത് 2 ദിവസം മുൻപ്. സംവിധായകനായ രഞ്ജിത്ത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്ന ആരോപണം ആദ്യം പരിഹാസത്തോടെ തള്ളുകയായിരുന്നു ചെയർമാൻ ചെയ്തത്. ന്യായീകരണത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിവാദം ആളിപ്പടർന്നു. അതിനിടയിൽ രഞ്ജിത്ത് മഹാപ്രതിഭ എന്ന തിലകം ചാർത്തി നൽകി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പരാമർശം വിവാദമായതോടെ ആരോപണം തെളിഞ്ഞാൽ സംരക്ഷിക്കില്ലെന്ന പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് CPI സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി. CPIM-ലെയും ചില നേതാക്കൾ രാജിയില്ലാതെ വഴിയില്ലെന്ന നിലപാടെടുത്തു. ഇന്നലെ തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടെങ്കിലും മറ്റു പല ചർച്ചകളും രാജി വൈകിപ്പിച്ചു. വെറുമൊരു ആരോപണത്തിന്റെ പേരിൽ രഞ്ജിത്ത് രാജിവെച്ചാൽ പിന്നീട് അതൊരു കീഴ്വഴക്കമാകുമോ എന്ന ആശങ്കയുണ്ടായി. ഒടുവിൽ രാജി വേണമെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ആരോപണങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞു. സർക്കാരിന്റെ സമ്മർദ്ദമല്ല, സ്വമേധയെയാണ് തീരുമാനമെന്ന് ന്യായീകരണം നിരത്തി. രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമില്ലെന്ന് ആരോപണം ഉന്നയിച്ച നടി ശ്രീലേഖാമിത്ര 24-നോട് പറഞ്ഞു. I am not happy. I am a good soul at the end of the day. I don't want somebody to suffer. But yes, people should come to know. And this practice had been going on since the beginning of the patriarchal society, the advent of the patriarchal society. അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചതാണ് പ്രശ്നമായതെന്ന് സംവിധായകൻ ജോഷി ജോസഫ്. സത്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ഒന്നേ ഉള്ളെങ്കിലും നമ്മളുണ്ടാക്കുന്ന ഉഡായ്പകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ കുറേ സത്യങ്ങൾ പുറത്തു വരും. സിനിമയ്ക്ക് നമ്മൾ ഡയലോഗിടുന്ന മാതിരിയല്ലല്ലോ. ജീവിതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ബലം പിടിക്കാതെ നേരെ നമുക്കെല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ. ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്നലെ പോലും വളരെ ഹൃദയവിശാലതയോടെ ശ്രീലേഖ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടത്. ഇനി രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിലും സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. 24 തിരുവനന്തപുരം.